സേന ഇപ്പോഴും അല്ലെ ഇപ്പോഴും വിജിലന്റ് ആയിരിക്കും എന്നുള്ളത് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ച ഒന്നാണ്. ഈ സീസ്ഫയറിന്റെ സമയത്തും വെടിനിർത്തലിന്റെ സമയത്തും സ്വാഭാവികമായും എടുക്കേണ്ടി വരുന്ന എല്ലാ ജാഗ്രതയും കൈക്കൊണ്ട് തന്നെ നിൽക്കുകയുള്ളൂ. ഒരു സേനാ പിന്മാറ്റവും ഉണ്ടാവില്ല. നയതന്ത്ര തലത്തിൽ തീരുമാനമെടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാകുന്നു. ഇപ്പോൾ അടുത്ത ഘട്ട ചർച്ച നാളെ നടക്കുകയാണ്. അതിൽ ഊന്നി നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തിനൊക്കെ വേണ്ടിയുള്ള ചർച്ചകളായിരിക്കാം നാളെ നടക്കുക? DGMO തലത്തിൽ നോക്കൂ മാഡം, ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ഫസ്റ്റ് നടന്ന DGMOയുടെ ആ ഒരു കോൾ, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സീസ് ഫയർ നടത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പാകിസ്ഥാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുകയും നമ്മൾ ആ ഒരു സീസ് ഫയറിലേക്ക് നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ആക്ച്വലി പറഞ്ഞ ഇൻഫാക്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച ആ DGMOയുടെ ബ്രീഫിംഗ് കേട്ടിരുന്നെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ അങ്ങോട്ട് വിളിച്ചു സംസാരിച്ചു. അതായത് നമ്മൾ യുദ്ധത്തിലേക്കൊന്നുമില്ല, ഇതിനകത്ത് നമുക്ക് വേറെ കൂടുതൽ എസ്കലേറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് DGMO അങ്ങോട്ട് വിളിച്ച് പറയുന്നപ്പോൾ അവർ അത് കോൾ സ്വീകരിച്ചില്ലായിരുന്നു. കാരണം അവർ പറഞ്ഞ് കോൾ സ്വീകരിച്ചാൽ നമ്മൾ ഇതിനകത്ത് റെസ്പോൺസ് ചെയ്യും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവർ റെസ്പോൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ആ അടി തിരിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അവർക്ക് അത് ബോധോദയം ഉണ്ടായതാണ്. പിന്നെ അവർ ഇങ്ങോട്ട് വന്ന് പറയുകയാണ് ഇനി ഞങ്ങൾ റെഡിയാണെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവർക്കത് എഗ്രി ചെയ്തില്ലായിരുന്നു. പക്ഷെ കിട്ടേണ്ട അടി അവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ തന്നെ മനസ്സിലായി ഓക്കെ ഫൈൻ, ഞങ്ങൾ റെഡിയാണെന്നുള്ളത്. അതാണ് ആദ്യത്തെ ആ ഒരു ഫോൺ കോളിൽ നടന്നത്. നാളെ നടക്കാൻ പോകുന്ന ഫോൺ കോളിൽ ബേസിക്കലി ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചർച്ചയായിരിക്കും. ഓൾറെഡി നമ്മൾ കണ്ടു, ഈ സീസ് ഫയർ എഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അതിന്റെ വയലേഷൻ നടന്നു. അപ്പം അതിനകത്ത് അഗെയിൻ ആ DGMO വളരെ പറയുന്നത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് അദ്ദേഹം അതിൻ്റെ ആ വേർഡ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാമായിരുന്നു. കാരണം പാകിസ്ഥാന്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. അവർ പറയുന്നത് അല്ല പലപ്പോഴും ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ അവർ എങ്ങനെ നേരിടുന്നോ ആ രീതിയിൽ മാത്രമാണ് പിന്നീട് അവർ ചർച്ചയ്ക്ക് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ തന്നെ അവർക്ക് അതേ മറുപടി ലൈൻ ഓഫ് കൺട്രോളിൽ കൊടുത്തത്. അതായത് അവരെന്ത് ഫയർ ചെയ്തോ അതേ രീതിയിൽ തന്നെ നമ്മൾ തിരിച്ചടി കൊടുത്തു. അതുകൊണ്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി. ഇന്ന് നമ്മുടെ ചീഫ് കരസേന മേധാവി നദർൻ ആർമി കമാൻഡർ മറ്റ് കമാൻഡേഴ്സിനും കൊടുത്ത ഒരു ഓർഡർ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ സീസ് ഫയർ വയലേഷൻ നടക്കുകയാണെങ്കിൽ നിങ്ങളെ അണ്ടർ കമാൻഡുള്ള എല്ലാ വെപ്പൺസും നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കും അത് നിങ്ങളുടെ ഫ്രീഡം ആയിട്ട് നിങ്ങൾക്ക് ചെയ്തോളാം എന്നുള്ളൊരു ഒരു ഓർഡർ പാസ് ചെയ്തിട്ടുണ്ട്. അതും ഒരു മെസ്സേജാണ് പാകിസ്ഥാനിന്. അതായത് എപ്പോഴും അവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുകളിൽ ഏതെങ്കിലും ഓർഡർ കിട്ടുകയാണെങ്കിലും അത് താഴെ ലെവലിൽ വരെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കൺഫ്യൂഷൻ പോലെ അവർ കാണിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ളതാണ് ഇങ്ങനത്തെ ഒരു മെസ്സേജ്. അപ്പം നാളത്തെ ഈ DGMO ലെവൽ ടോക്സ് അത് ബേസിക്കലി ഈ സീസ് ഫയറിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്തുകൊണ്ട് സീസ് ഫയർ വയലേഷൻ നടന്നിയെന്ന് തീർച്ചയായിട്ടും ഭാരതം ചോദിക്കും. അപ്പോൾ അതിനുള്ള മറുപടി പാകിസ്ഥാൻ പറയേണ്ടി വരും. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പം ഈ സീസ് ഫയർ വയലേഷൻ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഉള്ള നടപടികളും ചിലപ്പം ഈ ചില ഫോഴ്സസിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതിന് പതുക്കെ അവിടുന്ന് മാറ്റാനൊക്കെ ഉള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ രീതിയിലുള്ള ചർച്ചയും ചിലപ്പം നടക്കാം നാളത്തെ DGMO ലെവൽ മീറ്റിംഗ്. പക്ഷെ ബ്രോഡ്ലി ഈ സീസ് ഫയർ എങ്ങനെ നിലനിർത്താം എന്നുള്ളത് തന്നെ ആയിരിക്കും ചർച്ച.